നമസ്കാരം. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് എല്ലാത്തരം തട്ടിപ്പുകാരും വളരെ സജീവമാണ്. അവർക്ക് ഒരു ഊഷ്മളമായ ബിസിനസ് നടത്തി തട്ടിപ്പ് നടത്താനുള്ള എല്ലാ അവസരവും പിണറായി വിജയൻ ചെയ്തു കൊടുക്കും. ഏത് തട്ടിപ്പ് നടത്തിയാലും ഒരു ഓഹരി പിണറായി വിജയൻ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടതേ ആവശ്യമില്ല. ഇതിൽ പരാജയപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ തൃശ്ശൂരുകാരൻ ഹൈറിച്ചിന്റെ ഉടമ പ്രതാപൻ. ആ ഹൈറിച്ചിന്റെ പ്രതാപൻ 1,80,00,000 ആളുകളിൽ നിന്ന് അവരുടെ തട്ടിപ്പിലേക്ക് മണി ചെയിൻ പദ്ധതിയിലേക്ക് ആളുകളെ ഷെയർ ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വ്യാജമായ രേഖകൾ കാണിച്ചു 15,000 കോടി രൂപ സമ്പാദിച്ചു എന്നുള്ള വാർത്ത ഞാൻ ചെയ്തിരുന്നു. അത് ചെയ്തത് എൻഫോഴ്സ്മെന്റ് ശ്രദ്ധയ്ക്കായിരുന്നു. എന്നാൽ പിന്നീട് കോമ്പലപ്പടകം പൊട്ടുന്ന മാതിരിയാണ് പിന്നെ നടന്നത്. നാട്ടിലുള്ള സകല ആളുകളും ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും പരാതി കൊടുക്കുകയും അങ്ങനെ ഹൈറിച്ച് പ്രതാപൻ ഇപ്പോൾ അറസ്റ്റിലാണ്. എല്ലാ സ്വത്തുക്കളും പിടിച്ചെടുത്തിരിക്കുകയാണ്. എല്ലാ ബാങ്ക് ഇടപാടുകളും അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ പരിപാടി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. അതിൽ പണം അടച്ചവരുടെ എല്ലാം തുക സ്വാഹ. ഇപ്പോഴിതാ ഒരു പുതിയ തട്ടിപ്പുകാരൻ രംഗത്ത് വന്നിരിക്കുന്നു. GDCL ക്രിപ്റ്റോ കറൻസി. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. എന്നാൽ വെറും തട്ടിപ്പ്. 1,09,000 രൂപ മാസവരുമാനം കൊടുക്കുന്നതാണ് പറഞ്ഞത്. അതായത് ഒരു കൊല്ലം 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ട്രേഡിങ്ങിലൂടെ 1,08,000 രൂപ, അതായത് 1,00,000 രൂപ മുടക്കുന്നതാക്കി എല്ലാ മാസവും 9,000 രൂപ കൊടുത്താൽ, അതായത് അയാൾ 5 വർഷം കഴിയുമ്പോൾ എത്ര കൊടുക്കണം? 5 ലക്ഷത്തി ചില്ലാനും രൂപ കൊടുക്കണം. 1,00,000 1,00,000 കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും വേണമെങ്കിൽ എന്താ ഇത് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന സാധനമാണോ? ഇതുപോലുള്ളൊരു തട്ടിപ്പാണ് GDCLന്റെ തട്ടിപ്പുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പരാതിയുമായി അജയ് രത്നസാഗർ, അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും എനിക്ക് പരാതി അയച്ചിട്ടുണ്ട്. അതിലൊരു വളരെ പ്രസക്തമായൊരു പരാതിയാണ് ഞാൻ വായിക്കുന്നത്. ഇതുപോലുള്ള പല തട്ടിപ്പുകാരെക്കുറിച്ചും പല സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെക്കുറിച്ചും ധാരാളം പരാതികളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പരാതി ഈ അജയ് രത്നസാഗറിൻ്റെ ഒരു പരാതി ഞാൻ വളരെ ഗൗരവമുള്ളത് കൊണ്ടും ഇത് തീർച്ചയായും എൻഫോഴ്സ്മെൻറ്റ് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ തട്ടിപ്പ് ഏകദേശം 1,000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. പ്രത്യേകിച്ചും മലപ്പുറം കേന്ദ്രീകരിച്ചാണ് വൻ തട്ടിപ്പ് നടക്കുന്നത്. ഞാനിത് വായിക്കാം. എനിക്ക് അയച്ച കത്തിൻ്റെ കോപ്പിയാണ് ഞാൻ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട നന്ദകുമാർ സർ, ചെന്നൈ ആസ്ഥാനമായി കേരളത്തിൽ മലപ്പുറത്ത് തിരൂർ പ്രദേശത്ത് 2 വർഷമായി GDCL എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് താങ്കളെ അറിയിക്കാനാണ് ഞാൻ ഈ കത്ത് തയ്യാറാക്കുന്നത്. ഈ കമ്പനിയുടെ ഇന്റർനാഷണൽ ഓഫീസ് ദുബായ് എയർപോർട്ടിനടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 1000 കോടി രൂപ ഇതുവരെ അവർ ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ പിരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിനകത്തും പുറത്തു നിന്ന് അവർ ഇന്ത്യയിൽ നിയമവിധേയമല്ലാത്ത ഫോറെക്സ് ട്രേഡിംഗ് എന്ന പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്തുന്നു. പുനലൂർ സ്വദേശിയായ രാജ്കുമാർ എന്നയാൾ പറഞ്ഞതാണ് ഞാൻ ഇത് അറിയുന്നത്. GDCL ഡിജിറ്റൽ കറൻസി എന്ന പേര് പറഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ഇവർ GDCL ക്രിപ്റ്റോ കറൻസിയുടെ പ്രചരണത്തിനായിട്ട് തന്നെയാണ് ഈ ബിസിനസ് പ്രോജക്റ്റ് ചെയ്യുന്നത് എന്നറിയുന്നത്. 1,00,000 രൂപ അവരുടെ ട്രെയിനിങ് പ്രോജക്റ്റിലേക്ക് അടയ്ക്കുന്ന ഒരാളിന് എല്ലാ മാസവും 9,000 രൂപ മുതൽ 10,000 രൂപ വരെ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ഇവർ പണപ്പിരിവ് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അത് സ്വന്തം ക്രിപ്റ്റോ കറൻസി പ്രചരണത്തിന് വേണ്ടി ദിവസവും വരുമാനം കിട്ടുന്ന ഒരു ബൈനറി മണി ചെയിൻ പ്രോജക്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒറ്റ ട്രേഡിങ്ങിലൂടെ ഒരു പോയിന്റിന് 1,00,000 രൂപ സമ്പാദിക്കാം എന്ന ഉറപ്പ് കൊടുത്തുകൊണ്ടും ട്രേഡിംഗ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഇവർ ആളുകളെ ചേർക്കുന്നത്. ഇരു പദ്ധതിയിൽ ചേർന്ന ഒരാൾ മറ്റു പലരെയും ഇതേപോലെ തന്നെ ചേർത്താൽ അതുവഴി കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. റോബോട്ട് ട്രേഡിംഗ് എന്ന് തട്ടിപ്പുമായി കഴിഞ്ഞ ഇലക്ഷൻസ് കാലഘട്ടങ്ങളിൽ 10,00,000 രൂപ വരെ 5,00,000 രൂപ ക്രമത്തിൽ ഇവർ പണപ്പിരിവ് നടത്തി ആ പണം ദുബായിലേക്ക് കടത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ 10,000-ൽ കൂടുതൽ ആളുകളാണ് കേരളത്തിൽ ആൾക്കാരെ പറഞ്ഞ് ആകർഷിച്ച് പറ്റിച്ച് കമ്പനിയിൽ വൻ തുകകൾ നിക്ഷേപിപ്പിച്ച് തുച്ഛമായ കമ്മീഷൻ മാത്രം വാങ്ങിക്കൊണ്ട് തട്ടിപ്പിന് കൂട്ടി നിൽക്കുന്നത്. ഇതുപോലെ മറ്റൊരു അവസരമില്ല എന്ന് ഓരോരുത്തരും വിശ്വസിപ്പിക്കുകയും ചെയ്തു കൊണ്ടാണ് ഈ ബിസിനസ് പുരോഗമിക്കുന്നത്. കേരളത്തിൽ സാധാരണയുള്ള ജോലികൾക്ക് പോകാതെ യുവാക്കളും യുവതികളും ഈ തട്ടിപ്പ് ബിസിനസ് ചെയ്ത് ജീവൻ നശിപ്പിക്കുന്നു. ബിറ്റ്കോയിൽ എഥേറിയം മൈനിങ് ഷെയർ എന്ന പേര് പറഞ്ഞ് ക്രിപ്റ്റോ മൈനിങ്ങിനായി ഇവർ കോടികൾ പിരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ വരുമാനക്കുറവ് കാരണം പ്രോജക്റ്റ് നടപ്പിലാകാത്തത് കാരണം പലരും ഷെയർ പിൻവലിക്കുന്നുണ്ട്. ചെന്നൈ സ്വദേശിയായ ശങ്കരനാരായണൻ എന്ന പേരുള്ള ആളാണ് കമ്മിയുടെ ഉടമ
കമ്പനിയുടെ ഉടമയെങ്കിലും കാര്യനിർവഹണം മുഴുവൻ സിറാജുദ്ദീൻ എന്ന ട്രെയിനറുമായ ആളുടെ ചുമതലയിലാണ്. നന്ദകുമാർ സർ വിഷയത്തിൽ ഒന്ന് ഇടപെടണം എന്ന് ഒന്ന് പഠിക്കണം. തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടാൽ വാർത്ത പുറത്തിടുക. കൂടാതെ സാറിന് ഇഡിയുമായി ബന്ധമുണ്ടല്ലോ, അവരെ കൂടി അറിയിക്കുക. അതായത് ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പം ഇങ്ങനെ ഇത് വലിയ തട്ടിപ്പാണ്, ഇതൊരു മണി ചെയിൻ തട്ടിപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിറാജുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും ഈ നിമിഷം വരെ എനിക്ക് അയച്ചു തന്നിട്ടില്ല. പക്കാ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഞാൻ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇതൊരു തട്ടിപ്പ്